യുദ്ധം ഇപ്പോഴും വഷളായി തുടരുകയാണ്. ഒരു പ്രതിസന്ധി കാണുന്നില്ല. അമേരിക്കയുടെ വിമാനം വെടിവെച്ചിട്ട് കാണാതായ പൈലറ്റിനെ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് അത് ട്രംപും കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പരസ്പരമുള്ള ഭീഷണികൾ ട്രംപും ഇറാനും അത് ഇപ്പോഴും വഷളാണ്. നിങ്ങളെ അൺലീഷ് ഓൾ ഹെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ നിങ്ങൾ നരകത്തിലേക്ക് നയിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. എന്തായാലും ഇതെല്ലാം ഒന്നെങ്കിൽ ഒരു 48 മണിക്കൂറിനകം ഡീൽ തുടങ്ങിക്കണം. അപ്പൊ ഇത്തരം ഭീഷണികൾ എന്തായാലും ഇറാൻ വഴങ്ങുന്നില്ല. ഇറാൻ ഇപ്പോഴും തിരിച്ചടിക്കുകയാണ്. നമുക്കറിയാം, ഒരു ഇറാഖ് യുദ്ധത്തിന് ശേഷം ആദ്യമായിട്ടാണ് അമേരിക്കയുടെ വിമാനങ്ങൾ ആരെങ്കിലും വെടിവെച്ചിരുന്നത്. അപ്പൊ ഇതൊക്കെ ആണ്. അതിനിടയ്ക്കാണ് നമുക്കറിയാവുന്നതുപോലെ ഇറാനിയൻ മീഡിയ ആണ് ഈ മഹാഷഹറിലെ പെട്രോ കെമിക്കൽ സോണില് ഈ അമേരിക്ക ഇസ്രായേലിന്റെ അറ്റാക്കില് അവിടെ 5 പേര് കൊല്ലപ്പെട്ടു, 170 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കും. ബന്ദർ ഇമാം പെട്രോ കെമിക്കൽ കോംപ്ലക്സ് എന്ന് പറയുന്ന ഇറാനിലെ വലിയൊരു പെട്രോ കെമിക്കൽ ഹബ്ബാണിത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അവിടെയാണ് 72 മില്യൺ ടണ്ണാണ് ഒരു വർഷം അവിടെ നടക്കുന്നത്. അവിടെ ആക്രമണം നടന്നിരിക്കുകയാണ്. എന്തായാലും ഈ ഇറാൻ യുദ്ധം നമ്മുടെ എണ്ണ വിപണിയെ, ആഗോള എണ്ണ വിപണിയെ, അസംസ്കൃത എണ്ണ വിപണിയിലെ വില വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പ്രതിസന്ധി തുടരുകയാണ്. നമുക്കറിയാം, ബ്രന്റ് ക്രൂഡിന് ഇപ്പോൾ അത് വില കൂടിക്കൊണ്ടിരിക്കുന്നു. 50% വരെ വർധനവുണ്ടെന്ന് പറയുന്നു. ഇപ്പം തുടങ്ങിയ കഴിഞ്ഞ ഫെബ്രുവരി 28 ശേഷം 50% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ നിലയിൽ പോയാൽ ഇത് കൂടുതൽ അപകടത്തിലേക്ക് പോവാണ്. എന്തായാലും ഇവിടെ ക്ലോക്ക് ടിക്കിംഗ് എന്ന് പറയുന്ന പോലെ ഈ യുദ്ധത്തിന്റെ ഈ സൂചി ഇങ്ങനെ ഓരോ സെക്കൻഡിലും ദുരന്തങ്ങളും അപകടങ്ങളും വിലക്കയറ്റങ്ങളും പ്രതിസന്ധികളും, അത് എണ്ണ വിപണി മാത്രമല്ല, പാചകവാതക, LPG, എല്ലാ പ്രകൃതിവാതകം അടക്കമുള്ള എല്ലാത്തിലും പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ ഒരു വിലക്കയറ്റം, ഓഹരി വിപണിയിലെ തകർച്ച, അങ്ങനെയൊക്കെയുള്ള വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ തുടരുകയാണ്. ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു ലക്ഷണമൊട്ട് കാണുന്നുമില്ല. 2 ആഴ്ചയ്ക്ക് അവസാനിപ്പിക്കുമെന്ന് പറയുമെങ്കിലും എന്തായാലും ഈ ഓയിൽ ക്രൈസിസിന്റെ ഇടയ്ക്ക് ഓരോ വിമാനങ്ങൾ അവരുടെ യാത്രകൾ ക്യാൻസൽ ചെയ്യുന്നു. ആളുകൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. രാജ്യത്താകെ അതിന്റെ ഒരു പ്രതിസന്ധിയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ കേരളത്തിലടക്കം കൂടുതൽ ഇതിന്റെ ഒരു വിഷമങ്ങൾ കണ്ടു തുടങ്ങും. ഇപ്പൊ തൽക്കാലം തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഈ മാസത്തേക്ക് പെട്രോളിന്റെ വില കൂട്ടിയിട്ടില്ല. പക്ഷെ പ്രീമിയം പെട്രോളിന്റെ വിലയും നമ്മുടെ വ്യോമ ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന വ്യോമ ഇന്ധനവും എല്ലാം വില കൂട്ടി കഴിഞ്ഞു. നമുക്കറിയാം, വാണിജ്യ LPGയുടെ വില കുത്തനെ കൂട്ടി. താഴ്നിലയിലെല്ലാം ഈ യുദ്ധത്തിന്റെ ഒരു പ്രതിസന്ധി കേരളത്തിലും കൊച്ചു കേരളത്തിന്റെ കുഗ്രാമങ്ങളിൽ പോലും എത്തിക്കഴിഞ്ഞു. ഇനി അത് ഗൾഫ് മേഖലയിലെ ഈ ഒരു ദുരന്തം, ഇപ്പോഴും ആക്രമണങ്ങൾ നടക്കുന്നു, അതിന്റെ ഒരു പ്രതിസന്ധി എല്ലായിടത്തും ഉണ്ടാകും. അത് ഈ യുദ്ധം ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുണ്ടാകുന്ന ഒരു ആശങ്ക, ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും കാണാതെ പോകാനാകും? അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കില്ലേ? തീർച്ചയായിട്ടും അമേരിക്ക ഇസ്രായേലും അവരുടെ താല്പര്യങ്ങൾ മാത്രമാണെന്ന് നോക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ അമേരിക്കൻ താവളങ്ങളും മറ്റ് സൈനിക താവളങ്ങളും അനുവദിച്ച് തന്നെ എല്ലാവർക്കും സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അത് സൗദി അറേബ്യയിലെ, കുവൈറ്റിലെ, ബഹ്റൈനിലെ, UAE-യിലെ, ഒമാനിലെ, ഖത്തറിലൊക്കെ. പക്ഷെ ഇപ്പൊ അതാണ് ഏറ്റവും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നത്. അവരുടെ സുരക്ഷയ്ക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അമേരിക്കൻ വ്യോമതാവളം ഇല്ലായിരുന്നു അവരെ ആക്രമിക്കേണ്ട കാര്യമില്ല. അപ്പൊ അമേരിക്കയ്ക്ക് താവളം കൊടുത്തത് സുരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഇപ്പോൾ അത് സുരക്ഷയെ ആണ് അത് ഏറ്റവും കൂടുതൽ ഭീഷണിപ്പെടുത്തുന്നത്. അതാണ് ഒരു വലിയ വിരോധാഭാസം. സുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്നത് തന്നെ ഇപ്പൊ സുരക്ഷയ്ക്ക് എതിരാകുന്നു. പക്ഷെ അമേരിക്കയും ഇസ്രായേലും അവരുടെ താല്പര്യങ്ങൾ മാത്രമാണ്. അതിനകത്ത് വാണിജ്യ താല്പര്യങ്ങളാണ് പലപ്പോഴും ട്രംപിനെ മുന്നോട്ട് നയിക്കുന്നത്. പെട്രോൾ പിടിച്ചെടുക്കുക. നമുക്കറിയാം, ഇറാന്റെ വലിയ എണ്ണ ശേഖരത്തിലാണ് അദ്ദേഹത്തിന്റെ കണ്ണ്. വെനസ്വേലയിൽ നേരത്തെ കണ്ടതാണ്. ഈ പ്രതിസന്ധി അറിയാവുന്ന പോലെ മലയാളികൾ, ലക്ഷക്കണക്കിന് മലയാളികൾ, 1 കോടിയോളം ഇന്ത്യൻ പ്രവാസികൾ, NRI അധിവസിക്കുന്ന ഈ സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം
ഈ പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. അത് നമ്മുടെ മലയാളികളെ നേരിട്ട് ബാധിച്ചു തുടങ്ങിയ കുറച്ച് ദിവസമേ ഉള്ളൂ. പക്ഷെ നമുക്കറിയാം, പരോക്ഷമായിട്ട് യുദ്ധത്തിന്റെ പലതരത്തിലുള്ള അത് തൊഴിൽ നഷ്ടപ്പെടുന്നു, കമ്പനികൾ നഷ്ടത്തിലേക്ക് പോകുന്നു, വില കയറുന്നു, രാജ്യത്തെ ജനങ്ങളെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഇന്ത്യയിലും ഗൾഫ് മേഖലയിലും കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഓരോ ദിവസവും അത് രൂക്ഷമാകുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.